Hello everyone, welcome to another session of previous year question paper analysis by Prepwise. So ഇന്ന് നമ്മൾ +1 സോഷ്യോളജിയിലെ 2020 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നടത്തുന്നത്. In the previous session we have discussed 2021 paper. So let's see what all differences are there, how to approach the questions, repetition എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഏത് as usual ഏത് രീതിയിലാണ് നമ്മൾ ആൻസർ അറ്റംപ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ പേപ്പർ. ഇനീഷ്യലി ഇതാണ് നമ്മുടെ ഒരു മോഡൽ എക്സാമിന്റെ. വി ഹാവ് ഡിസ്കസ് ദാറ്റ് വിൽ ഹാവ് എ കൂൾ ഓഫ് ടൈം. 20 മിനിറ്റോ 15 മിനിറ്റോ ആയിട്ട് കൂൾ ഓഫ് ടൈം ഈസ് അവൈലബിൾ ഫോർ us. ആൻഡ് വി ഹാവ് സെഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് എ കൂൾ ഓഫ് ടൈം. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കുക, കൃത്യമായിട്ട് വായിച്ച് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഏത് ഏരിയയിലുള്ള ആൻസേഴ്സ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുക. അതാവുമ്പോൾ വി ക്യാൻ മാനേജ് ദ ടൈം. ഒരുപാട് സമയം പോവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻസ്. സോ ആദ്യം തന്നെ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 8. ഈച്ച് ക്യാരീസ് 1 സ്കോർ ആണ്. സോ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്ന പോലെ അല്ലെങ്കിൽ 2021 പോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. യു ഹാവ് ടു ആൻസർ ഓൾ ദ 8 ക്വസ്റ്റ്യൻ ഇൻ ദ ഫസ്റ്റ് സെക്ഷൻ. ഒരു മാർക്കുള്ള സെക്ഷനിലെ ആദ്യത്തെ 8 ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യണം. യു ഡോണ്ട് ഹാവ് എ ചോയ്സ്. അതായത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ചോയ്സ് ഇല്ല. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, പിക്ക് ഔട്ട് എ ഫീച്ചർ ഓഫ് പ്രൈമറി ഫ്രം ദ ഗിവൺ ലിസ്റ്റ്. തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് പ്രൈമറി ഗ്രൂപ്പിന്റെ ഫീച്ചർ എഴുതും. സോ വി ഹാവ് ഓപ്ഷൻസ് ലൈക്ക് ലാർജ് ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പ് ലാർജ് ഗ്രൂപ്പ് ആണ്. ഫോർമൽ റിലേഷൻ പ്രൈമറി ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. ഫേസ് ടു ഫേസ് അസോസിയേഷൻ ആൻഡ് ഗോൾ ഓറിയന്റഡ്. ഈ 4 ഓപ്ഷനിൽ നിന്നും നമുക്ക് വ്യക്തമാണ്, വെരി ഡയറക്റ്റ് ആണ്, വെരി ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഫേസ് ടു ഫേസ് അസോസിയേഷൻ ആണ് പ്രൈമറി ഗ്രൂപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം. സോ ഇവിടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് സി, ഫേസ് ടു ഫേസ് അസോസിയേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, an effort to compromise and coexist despite conflict is called A, accommodation, B, cooperation, C, competition, D, conflict. അപ്പം ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻ നമുക്കറിയാം കോൺഫ്ലിക്റ്റ് എന്തായാലും വരൂല, ബിക്കോസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ലൈക്ക് അവിടെ കോ എക്സിസ്റ്റൻസ് ഇസ് നോട്ട് പോസിബിൾ. പീപ്പിൾക്ക് പിന്നെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആൾക്കാർക്കിടയിൽ ഇൻഡിവിജ്വൽസിനിടയിൽ നിന്നുണ്ടാവും സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. കോമ്പറ്റീഷനും അല്ല. കോപ്പറേഷൻ ആകുമ്പോൾ യു കാൺ എന്താ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു എക്സിസ്റ്റൻസ് അല്ല നമ്മൾ കോപ്പറേഷനിൽ കാണുന്നത്. സോ ദ ആൻസർ ഇസ് എ, അക്കോമഡേഷൻ. ഇത് ഡയറക്ട്ലി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോഷ്യോളജിസ്റ്റ് കോൾ ദ എഫേർട്ട് ടു കോംപ്രമൈസ് ആൻഡ് കോ എക്സിസ്റ്റ് ഡിസ്പൈറ്റ് കോൺഫ്ലിക്ട് ഈസ് കോൾഡ് അക്കോമഡേഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ദുർഖൈംസ് വിഷൻ ഓഫ് സോഷ്യോളജി. പിന്നെ ദുർഖൈംസ് വിഷൻ ഓഫ് സോഷ്യോളജി എന്നുള്ള ഒരു സെക്ഷൻ ചാപ്റ്റർ 4 അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നത്. അതിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഹൗ ദുർഖൈം try to understand the society, how Durkheim explains sociology എന്നുള്ള കാര്യങ്ങൾ. So division of labor അല്ല, alienation, we know it's not the area which Durkheim dealt with, അല്ലെങ്കിൽ ദുർഖൈമിന്റെ ഒരു ഏരിയ ആയിരുന്നില്ല alienation എന്ന് പറയുന്നത്. സോഷ്യൽ ആക്ഷൻ ഇല്ല. അതേപോലെ ഇറ്റ്സ് സോഷ്യൽ ഫാക്ട്, ബിക്കോസ് യു നോ ഹൗ Durkheim explain social fact. ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഫാക്ട് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നതും എങ്ങനെയാണ് അത് സൊസൈറ്റിനെ പിന്നെ നിലനിർത്തി പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദുർഖൈം റിലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഐറ്റം ദാറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഫീച്ചർ ഓഫ് കൾച്ചർ. കൾച്ചറിന്റെ ഫീച്ചർ അല്ലാത്ത ഐറ്റം ഏതാണെന്നത് കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻ നിങ്ങൾ കണ്ടെത്തുക. അപ്പൊ നമ്മൾ ചിലപ്പം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ട് നമുക്ക് ചിലപ്പം തോന്നിയേക്കാം. ഫസ്റ്റ് ഇസ് കൾച്ചർ ഇസ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ്. ഓഫ് കോഴ്സ് കൾച്ചർ ഇസ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ്. കൾച്ചർ ഡസ് നോട്ട് ചേഞ്ച്. കൾച്ചർ ഡസ് നോട്ട് ചേഞ്ച്. കൾച്ചർ മാറും അതോ മാറാതിരിക്കും? എന്താണ് കൾച്ചറിന് സംഭവിക്കുന്നത്? കൾച്ചർ ഇസ് എ വേ ഓഫ് ലൈഫ്. കൾച്ചർ ഇസ് ഷെയർഡ്. കൾച്ചറിന്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞപ്പോഴും നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കൾച്ചർ ഒരു ലേണിംഗ് പ്രോസസ് ആണ്. കൾച്ചർ എന്ന് പറയുന്നത് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ആണ്. കൾച്ചർ ഇസ് എ വേ ഓഫ് ലൈഫ് ആണ്. കൾച്ചർ ഷെയർ ചെയ്യപ്പെടുന്നതാണ്. സോ ഇതിൽ പെടാത്തത് ഏതാണ്? കൾച്ചർ ഡസ് നോട്ട് ചേഞ്ച്. കൾച്ചർ എന്തുകൊണ്ട് കൾച്ചറിൽ മാറ്റം സംഭവിക്കാറുണ്ട് അല്ലേ. സോ ദാറ്റ് ആൻസർ ഇസ് നോട്ട് റൈറ്റ്. അപ്പം അവിടെ നിങ്ങൾ എഴുതേണ്ട ആൻസർ ആണ് ഓപ്ഷൻ ബി, കൾച്ചർ ഡസ് നോട്ട് ചേഞ്ച്. അതേ സെക്ഷനിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് യൂസിങ് മോർ ദാൻ വൺ മെത്തേഡ് ഇൻ എ പെർട്ടിക്കുലർ സ്റ്റഡി ഈസ് കോൾഡ്. ഇറ്റ്സ് നോട്ട് മൈക്രോ, ഇറ്റ്സ് നോട്ട് മാക്രോ, ഇറ്റ്സ് നോട്ട് ഇന്റർവ്യൂ മെത്തേഡ്. ബിക്കോസ് ഇത് ഞാൻ
പിന്നെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡയറക്റ്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് വി നോ ദാറ്റ് യൂസിംഗ് മൾട്ടിപ്പിൾ മെത്തേഡ് ഇൻ എ പെർട്ടിക്കുലർ സ്റ്റഡി ഈസ് ട്രയാങ്കുലേഷൻ പ്രോസസ്. ഇതൊക്കെ ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ആൻഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ വെരി മച്ച് ഡയറക്റ്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. Sixth question. In India, communal violences have led to the conversion of mixed community neighborhoods into single community ones. Identify the concept to refer this process. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ മിക്സഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്തായിട്ടുണ്ട്, സിംഗിൾ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നുണ്ട്. കമ്മ്യൂണൽ വയലൻസിന്റെ പുറത്തും അല്ലെങ്കിൽ അവർക്ക് ഇടയിലുള്ള മറ്റു പ്രശ്നങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് സിംഗിൾ കമ്മ്യൂണിറ്റി ആയിട്ട് മാറും നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ഡിഫൈൻഡ് ഇറ്റ് ആസ് ദ പ്രോസസ് ghettoization. So here the accurate answer is ghettoization, because gated community, risk society, gentrification entirely different ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇപ്പൊ ജെൻട്രിഫിക്കേഷൻ ഒക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ലോവർ ലെവലിൽ ഉണ്ടായിരുന്ന സിറ്റീസ്, റെസിഡൻഷ്യൽ ഏരിയാസ് മിഡിലും അപ്പറിലേക്കൊക്കെ മാറുന്ന ഒരു പ്രോസസ്സാണ്. ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആഫ്ലുവന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗേറ്റിന്റെ അതായത് വാൾസും ഗേറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ താമസിക്കുന്നതാണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി നമ്മൾ പറഞ്ഞിട്ട്. റിസ്ക് സൊസൈറ്റി അഗെയിൻ ഹൗ എൻവയോൺമെന്റൽ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് ഹൗ സൊസൈറ്റി ഇസ് ബിക്കമിങ് റിസ്ക് എന്നുള്ള കാര്യം വി ഹാവ് ഡിസ്കസ്. സോ ഈ പറഞ്ഞ എക്സാമ്പിളിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെഫിനേഷൻ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസറും അല്ലെങ്കിൽ റൈറ്റ് ആൻസർ എന്താണ്? ഗെറ്റോൈസേഷൻ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് complete the diagram reflecting Karl Marx's idea about alienation. അപ്പം alienation പഠിച്ചപ്പോൾ when we discussed alienation or when you went through the textbook regarding the topic alienation, there are 4 types of alienation, right? One is alienation from nature, another is alienation from fruits of labor, and next one is alienation from oneself. ഇത് മൂന്നും എന്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്തത് എന്താണ്? We have discussed alienation from each other is also a part of alienation discussed by Karl Marx. Karl Marx discuss ചെയ്തിട്ടുള്ള alienation process-ൽ പരസ്പരം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള alienation-ഉം ഒരു important aspect ആണ്. So you have to fill this part with alienation from others. Next question is complete the chart showing the features of modern states. Modern states-ന്റെ 3 പിന്നെ ഫീച്ചേഴ്സ് നമ്മൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ പ്രിപ്വൈസിന്റെ ക്ലാസ്സസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. One is sovereignty, other one is nationalism. അത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പരമാധികാരവും അതുപോലെ തന്നെ ദേശീയതയും. The missing one is പൗരത്വം or citizenship. So you have to fill that part with citizenship. So first section is done. നമ്മൾ പിന്നെ 1 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് സെക്ഷനിലുള്ളത്. അപ്പം ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സെക്ഷൻ ക്യാരീസ് 2 മാർക്സ്. എല്ലാ ക്വസ്റ്റ്യനും 2 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. യു ഹാവ് 5 ക്വസ്റ്റ്യൻ ആൻഡ് യു ഹാവ് ടു ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 9 to 30. ഇവിടെയുള്ള ഒരു ഡിഫറൻസ് എന്നുള്ളത് ലാസ്റ്റ് നമ്മൾ 2021 ഡിസ്കസ് ചെയ്തപ്പോൾ ദർ ഇസ് നോ സ്പെസിഫിക്കലി ആസ്കിങ് യു ടു ഹൗ ടു റൈറ്റ് ദ ആൻസർ, ലൈക്ക് എത്ര വേർഡ്സിൽ എഴുതണം, എത്ര സെന്റൻസിൽ എഴുതണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഹിയർ യു ക്യാൻ സീ ടു റൈറ്റ് ഇറ്റ് ഇൻ 2 or 3 sentences. 2 or 3 സെന്റൻസസിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഈ പറയുന്ന കംപ്ലീറ്റ് 2 മാർക്ക് കിട്ടുകയുള്ളൂ. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വെരി ഡയറക്റ്റ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യന് എന്താണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇവാലുവേറ്റർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 9th question is point out any 2 features of caste put forward by G.S. Guri. അപ്പൊ നമുക്കറിയാം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറെ പിന്നെ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ഇസ് ദർ. സെഗ്മെന്റൽ ഡിവിഷൻ, ഹൈറാർക്കി, restriction on social interaction, different rights and duties, restriction on choice of occupation, restriction on marriage. അതുകൂടാതെ മറ്റ് പല റെസ്ട്രിക്ഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് പോയിന്റ് ഔട്ട് എനി 2 ഫീച്ചേഴ്സ് ആണ്. രണ്ട് ഫീച്ചേഴ്സ് മാത്രമേ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും we'll write like hierarchical division ആയിക്കോട്ടെ, അല്ലെങ്കിൽ restriction on social interaction. ഈ 2 ഫീച്ചേഴ്സ് നമ്മൾ എഴുതി വെക്കും. ബട്ട് ദ ക്വസ്റ്റ്യനിൽ പിന്നെ സെക്കൻഡ് സെക്ഷനെ ആസ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് 2 or 3 സെന്റൻസസിൽ ഈച്ച് ഫീച്ചർ അല്ലെങ്കിൽ ഈച്ച് ആൻസറിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പം ഇവിടെ നമ്മൾ ഓരോ ഫീച്ചർ എടുക്കുമ്പോഴും ആ ഫീച്ചറിനെ 1 ലൈനിൽ ഡിഫൈൻ ചെയ്യാൻ കൂടെ നോക്കാം. ഹൈറാർക്കിക്കൽ ഡിവിഷൻ, എങ്ങനെയാണ് ഹൈറാർക്കിക്കൽ ഡിവിഷൻ നടക്കുന്നത് എന്നുള്ളത് 1 ലൈനിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ ഓൺ സോഷ്യൽ ഇന്ററാക്ഷൻ, ഏത് ടൈപ്പിലാണ് റെസ്ട്രിക്ഷൻ വരുന്നതെന്ന് നോക്കുക. അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഓൺ ചോയ്സ് ഓഫ് ഒക്യുപ്പേഷൻ, എങ്ങനെയാണ് ചോയ്സ് ഓഫ് ഒക്യുപ്പേഷൻ സംഭവിക്കുന്നത്. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് 1 ലൈനിൽ 2 ഫീച്ചേഴ്സ് എഴുതുക, ആ 2 ഫീച്ചേഴ്സിനെയും 1 ലൈനിൽ ഡിഫൈൻ ചെയ്യുക. സോ ഇറ്റ് മേക്സ് 2 sentences മിനിമം. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു സെക്ഷനിലെ 2 മാർക്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ജെൻട്രിഫിക്കേഷൻ ആൻഡ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി. അഗെയിൻ വെരി മച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടും നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് 2 or 3 sentences ആയി ആൻഡ് യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്.
ജെൻട്രിഫിക്കേഷൻ എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് പ്രീവിയസ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി നമ്മൾ ജസ്റ്റ് പ്രീവിയസ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. രണ്ട് സെന്റൻസ് ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. മൂവിങ് ഓൺ, 11th question. Again, 2-mark question ആണ്. Differentiate between achieved status and ascribed status with an example each. അപ്പം achieved status എന്താണെന്ന് നമുക്കറിയാം, പേഴ്സണൽ എഫേർട്സിൽ നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഹാർഡ് വർക്ക് കൊണ്ട് നേടിയെടുക്കുന്നതാണ് achieved status. whereas ascribed status സംഭവിക്കുന്നത് എങ്ങനെയാണ്? ബർത്തിന്റെ ടൈമിൽ നടക്കുന്നതാണ്, ജനിക്കുന്നതോട് കൂടിയിട്ട് തന്നെ ഒരാൾക്ക് ലഭിക്കുന്നതാണ് ascribed status. ഇത് രണ്ടിനും നിങ്ങൾക്ക് ഏറ്റവും ആക്യുറേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് തോന്നുന്ന നല്ലൊരു എക്സാമ്പിൾ എടുത്ത് എഴുതാം. ഇപ്പം ascribed status ആകുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ എക്സാമ്പിൾസ് ആയിരിക്കും. അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്ന ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ അവിടെ എഴുതി വെക്കുക. പോയിന്റ് ഔട്ട് എനി 2 situations that hinder objectivity in sociological research. അപ്പം സോഷ്യോളജിക്കൽ റിസർച്ച് നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പം വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഒബ്ജക്ടിവിറ്റി, സബ്ജക്ടിവിറ്റി. യു ക്യാൻ ലുക്ക് ഇറ്റ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. അപ്പം ഈ രണ്ട് ഏരിയാസുമാണ് നമ്മൾ റിസർച്ച് മെത്തഡോളജി ഡിസ്കസ് ചെയ്തപ്പം ഇനീഷ്യലി ഡിസ്കസ് ചെയ്തു. സോ ഒബ്ജക്ടിവിറ്റിയെ ഹിൻഡർ ചെയ്യുന്ന ഏതെങ്കിലും 2 സിറ്റുവേഷൻ മാത്രമേ നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടൂ. സോ യു ക്യാൻ റൈറ്റ് എനി 2. അതും ഈ എനി 2 എഴുതുമ്പോഴും നിങ്ങളോട് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 or 3 സെന്റൻസസിൽ എഴുതാൻ പറഞ്ഞതുകൊണ്ട് മെനി വേർഷൻസ് ഓഫ് ട്രൂത്തോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂവോ ഉണ്ട് പിന്നെ ഉള്ളതാണ് ഒബ്ജക്ടിവിറ്റിയെ ഹിൻഡർ ചെയ്യുന്നതെന്ന് ഡയറക്ട്ലി എഴുതി വെക്കുന്നതിന് പകരം ജസ്റ്റ് റൈറ്റ് മെനി വേർഷൻസ് ഓഫ് ട്രൂത്ത്. അതൊരു 1 ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. why there is many versions of truth and how it is hindering objectivity. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് ഹിൻഡറിങ് ഒബ്ജക്ടിവിറ്റി എന്നുള്ളതും ഒരു 1 ലൈനിൽ എഴുതി വെക്കുക. സോ 2 sentences is enough. 2 or 3 എന്ന് പറയുന്നുണ്ട്, കാരണം അത് നിങ്ങൾക്ക് 2 ചിലപ്പം ചില സാധനങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം 3rd സെന്റൻസിലേക്ക് പോകും. അതുകൊണ്ടാണ് 2 or 3 എന്ന് കൊടുക്കുന്നത്. 2 മാർക്കിൻ്റെതായതുകൊണ്ട് 2 sentences are more than enough. The last question in that section, list any 2 features of modern forms of work. മോഡേൺ ഫോംസ് ഓഫ് വർക്കിന്റെ ഏതെങ്കിലും 2 ഫീച്ചർ എഴുതാം. ഇൻഡസ്ട്രിയൽ വർക്ക്, മെക്കനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ഡിവിഷൻ ഓഫ് ലേബർ, ഫാക്ടറി പ്രൊഡക്ഷൻ, ചേഞ്ച് ഇൻ ലൊക്കേഷൻ ഓഫ് വർക്ക്. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. അഗെയിൻ പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞതുപോലെ ഈ 2 പോയിന്റ്സിനെ നിങ്ങൾ ഒരു 1 ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ മേക്ക് ദ ആൻസർ മോർ ആക്യുറേറ്റ് ആൻഡ് ഇവാലുവേറ്റർക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് തരാൻ പറ്റും. സോ മൂവിങ് ഓൺ ടു ദ 3rd സെക്ഷൻ. Answer any 3 questions from 14 to 17 in 4 or 5 sentences each. Each carries 3 score. ഇത് 3 മാർക്കിന്റെ സെക്ഷൻ ആണ്. അതേപോലെ തന്നെ ഇവിടെ പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് സെക്ഷനിൽ 2 or 3 പോയിന്റ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്താവാണ് 4 or 5 സെന്റൻസസിൽ നിങ്ങൾ എഴുതാൻ ആവശ്യപ്പെടുക. സോ 14th question, what defines the scope of sociology is not just what it studies but how it studies a chosen field. Substantiate. ഇതൊരു കോട്ടായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമിലർ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ 2021 പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. അവിടെ പക്ഷെ വെരി ഡയറക്റ്റ് ആയിരുന്നു, ഡിഫൈൻ ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ഇതൊരു പക്ഷേ നമുക്ക് പിന്നെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലാണ്, ബട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു കാര്യമില്ല. ദ ക്വസ്റ്റ്യൻ ഈസ് അഗെയിൻ ആസ്കിങ് യു ടു ഡിഫൈൻ ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. 4 or 5 സെന്റൻസസിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, സോഷ്യോളജിയുടെ സ്കോപ്പ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. ലൈക്ക് സോഷ്യോളജി എന്താണ് പഠിക്കുന്നത്, വാട്ട് സോഷ്യോളജി ഫോക്കസസ്, അല്ലെങ്കിൽ സോഷ്യോളജി എങ്ങനെയാണ് പിന്നെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, അതേപോലെ തന്നെ ഹൗ സോഷ്യോളജി ഡീൽസ് വിത്ത് certain institutions, how sociology deals with problems of national interest, problems of global interest, സ്പെസിഫിക് ആയിട്ട് അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ജസ്റ്റ് 2 സെഷനും നിങ്ങൾ കണ്ടുപോയി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. മൂവിങ് ഓൺ, കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് സ്യൂട്ടബിൾ ഐറ്റംസ് ഫ്രം ദ ബ്രാക്കറ്റ്. കൊടുത്തിരിക്കുന്ന ടേബിൾ ബ്രാക്കറ്റ് എന്നുള്ള ഐറ്റംസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഫിൽ ചെയ്യുക. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല. 3 മാർക്ക്. പെർഫോമിംഗ് റിച്വൽസ് അറ്റ് ഡെത്ത്, ഇന്റർനെറ്റ് ചാറ്റിംഗ്, റെക്കഗ്നൈസിംഗ് ദ കാർട്ടൂൺ ഓഫ് എ പൊളിറ്റീഷ്യൻ. ഈ 3 ഓപ്ഷൻസ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് യു ഹാവ് ടു ചൂസ് ഫ്രം ദാറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പം ഒരു ഭാഗത്ത് നമുക്ക് കാണാം കോഗ്നിറ്റീവ് കൾച്ചർ. കോഗ്നിറ്റീവ് കൾച്ചറിൽ വരുന്നതാണ് സ്വാഭാവികമായിട്ടും റെക്കഗ്നൈസിംഗ് ദ കാർട്ടൂൺ ഓഫ് എ പൊളിറ്റീഷ്യൻ. കാരണം സെയിം എക്സാമ്പിൾ തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ്സ് വെരി മച്ച് ഡയറക്റ്റ്, നോ നീഡ് ഓഫ് മോർ ഡിസ്കഷൻ ഓൺ. നമ്മൾ കോഗ്നിറ്റീവും നോമേറ്റീവും മെറ്റീരിയലിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് 2021 പേപ്പർ ഡിസ്കസ് ചെയ്തപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോമേറ്റീവ് കൾച്ചർ അഗെയിൻ
നമ്മളറിയാം നോംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ നോമേറ്റീവ് കൾച്ചർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പെർഫോമിംഗ് റിച്വൽസ് അറ്റ് ഡെത്ത്, അവിടെ അതാണ് ഇവിടെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത്. റിമൈനിങ് ആസ് മെറ്റീരിയൽ കൾച്ചർ ആൻഡ് ഇന്റർനെറ്റ് ചാറ്റിംഗ് ആണ് അവിടെ നമ്മൾ കൊടുക്കേണ്ട ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, just as nature shapes society, society also shapes nature. Substantiate with example. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, സോ ഫാർ എല്ലാ ക്വസ്റ്റ്യൻസും വെരി മച്ച് ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഒന്നും എവിടെയും എന്താണ് ട്രിക്കി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിലുള്ള, ഇവൻ ദ കോഡ് ഈസ് ഡയറക്ട്ലി ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. അപ്പം ഇതും ജസ്റ്റ് ആസ് നേച്ചർ ഷേപ്പ് സൊസൈറ്റി, സൊസൈറ്റി ഓൾസോ ഷേപ്സ് നേച്ചർ. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് സൊസൈറ്റിയും നേച്ചറും തമ്മിലുള്ള ബന്ധമുള്ളത്. അതൊരു ടു വേ പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നേച്ചർ എങ്ങനെയാണ് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതേപോലെ സൊസൈറ്റി എങ്ങനെയാണ് നേച്ചറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ ആൻസർ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടത്. സോ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എൻവയോൺമെന്റ് ഇസ് എ ടു വേ പ്രോസസ്. അതൊരു മ്യൂച്വൽ പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൗ, പിന്നെ ഫോർ എക്സാമ്പിൾ സർട്ടൈൻ ഏരിയാസിൽ പിന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നു, പിന്നെ അവിടെ പിന്നെ അതിനനുസരിച്ചിട്ട് വെള്ളം എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിളവിന് പറ്റിയ ഭൂമിയായിട്ട് എൻവയോൺമെന്റ് അവിടെ മാറ്റുന്നു. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഓൺ ദ പാർട്ട് ഓഫ് നേച്ചർ. ഓൺ ദ അതർ സൈഡ്, സൊസൈറ്റിയുടെ കോൺട്രിബ്യൂഷൻ ടു നേച്ചർ ചോദിക്കുമ്പോൾ യു ക്യാൻ ബ്രിങ് ഇൻ ദ ക്യാപിറ്റലിസ്റ്റ്, ഹൗ ക്യാപിറ്റലിസം ഇസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ നേച്ചർ, ഹൗ certain problems created by capitalism is affecting the nature. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, യു ക്യാൻ റൈറ്റ് ഇറ്റ് ഔട്ട് there. പിന്നെ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം, യു ഷുഡ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഇറ്റ്സ് ജസ്റ്റ് ഫോർ 3 മാർക്സ്. അപ്പം 4 പോയിന്റ്സിൽ ഒതുക്കാൻ നോക്കുക, അല്ലെങ്കിൽ മാക്സിമം 5 പോയിന്റ്സിൽ ഈ പറഞ്ഞ സാധനം ഒതുക്കാൻ നോക്കുക. ഒരുപാട് കാര്യം ഇതിനെക്കുറിച്ച് എഴുതേണ്ട ആവശ്യമില്ല. മൂവിങ് ഓൺ, another question, point out the key ideas related to Max Weber's interpretive sociology. അപ്പം മാക്സ് വെബർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹൗ ഇന്റർപ്രിറ്റീവ് സോഷ്യോളജി ഇസ് ഇമ്പോർട്ടൻറ്റ്, ഹൗ ഇന്റർപ്രിറ്റീവ് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യോളജി എങ്ങനെയാണ് സോഷ്യൽ ആക്ഷനുമായിട്ട് ഡീൽ ചെയ്യുന്നത്, ഹൗ സബ്ജക്ടിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് സോഷ്യോളജി, ഒക്കെ ആ ഒരു സെക്ഷനിൽ വി ആർ ഡിസ്കസിങ്. സോ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കീ ഐഡിയാസ് ആണ് പിന്നെ ഈ പറയുന്ന പോലെ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ആക്ഷനും അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ ഇന്ററാക്ഷൻ സൊസൈറ്റിയിൽ നടക്കുന്നതിന് പിന്നെ മാക്സ് വെബർ ഡിസ്കസ് ചെയ്യുന്നത്. ദേ ആർ എംപത്തറ്റിക്, അണ്ടർസ്റ്റാൻഡിങ്, ഐഡിയൽ ടൈപ്പ്, വാല്യൂ, ന്യൂട്രാലിറ്റി. അപ്പോൾ ഈ ഒരു ആൻസർ നിങ്ങൾ പിന്നെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ, ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, again നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് 1 or 2 ലൈൻസിൽ എഴുതുക, ഐഡിയൽ ടൈപ്പ് എന്താണെന്ന് 1 or 2 ലൈൻസിൽ എഴുതുക. അവിടെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കരിഷ്മാറ്റിക്കും അതുപോലെ റാഷണൽ ലീഗലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. അതേപോലെ വാല്യൂ ന്യൂട്രൽ ആയിട്ട് എങ്ങനെയാണ് സൊസൈറ്റി പോകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ബയസ്നെസ്സിനെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് 1 or 2 പോയിന്റ്സിൽ അവിടെ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് സെഷൻ വരുന്നത് അഗെയിൻ പിന്നെ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 18 to 21. 18നും 20നും ഇടയിലുള്ള 4 ചോദ്യങ്ങളിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്, ഈച്ച് ഇൻ എ പാരഗ്രാഫ്. അപ്പം ഇത്രയും സമയം നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് 4 to 5 പോയിന്റ്സിലാണ്. പാരഗ്രാഫ് ആകുമ്പോൾ 4 മാർക്സിൻ്റെതാണ്. ജസ്റ്റ് മേക്ക് ഇറ്റ് 6, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 7ലേക്ക് എത്തുന്ന രീതിയിൽ 7 സെന്റൻസസ് ഉൾപ്പെടുത്തി പറ്റുന്ന ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതുക. ഈച്ച് ക്യാരീസ് 4 സ്കോർസ്. 4 സ്കോർ ആയതുകൊണ്ട് ചില ആൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് 8 സെന്റൻസിലും ഉൾപ്പെടുത്താൻ പറ്റും. പാരഗ്രാഫ് എന്നാണ് ഇവിടെ പറയുന്നത്, കൃത്യമായിട്ട് വേർഡോ സെന്റൻസോ ഒന്നും പറയുന്നില്ല. ബട്ട് നമ്മൾ നമ്മളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് ആ ഒരു രീതിയിൽ വേണം ആൻസറിനെ ഫോർമുലേറ്റ് ചെയ്യാൻ. So here question is, briefly explain D.P. Mukherjee's ideas regarding tradition and change. അപ്പോൾ നമുക്കറിയാം പിന്നെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള മറ്റ് സോഷ്യൽ സയൻസസിനുള്ള പരിമിതികളെ കുറിച്ച് ഡിസ്കസ് ചെയ്തതും, അതേപോലെ തന്നെ ഹൗ സോഷ്യോളജി ക്യാൻ എൻഗേജ് വിത്ത് സൊസൈറ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തത് D.P. മുഖർജിയാണ്. അപ്പൊ D.P. മുഖർജി അതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ട്രഡീഷണൽ, അല്ലെങ്കിൽ പിന്നെ ട്രഡീഷണൽ സൊസൈറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രഡീഷൻ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ സൊസൈറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ള എക്സാമ്പിൾ ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഹൗ ട്രഡീഷൻ ഈസ് കണക്റ്റഡ് വിത്ത് ദ പാസ്റ്റ് ആൻഡ് ഹൗ ട്രഡീഷൻ ഈസ് കണക്റ്റഡ് വിത്ത് ദ ഫ്യൂച്ചർ എന്നുള്ള, അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സ്, അല്ലെങ്കിൽ പിന്നെ പ്രസന്റ്, നമ്മൾ നിൽക്കുന്ന പ്രസന്റുമായിട്ട് എത്രത്തോളമാണ് ട്രഡീഷൻ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് D.P. മുഖർജി ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ചേഞ്ചസും മുഖർജി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്മൃതി, അതേപോലെ ശ്രുതി ആൻഡ് അനുഭവ, പേഴ്സണൽ എക്സ്പീരിയൻസ്, ഈ 3 സാധനങ്ങളാണ്. അപ്പം ഇതിന്റെ ബേസിസിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ആൻസറിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. എന്താണ് D.P. മുഖർജി പിന്നെ ട്രഡീഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്, ഹൗ ഇമ്പോർട്ടൻറ്റ് ട്രഡീഷൻ ഇസ്, ആൻഡ് ദെൻ യു റൈറ്റ് ഡൗൺ അബൌട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ചേഞ്ചസ്. അതും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ 1 or 2 ലൈൻസ് എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് മേക്ക് ദ ആൻസർ 7 to 8 പോയിന്റ്സ്. സോ ലിവിംഗ് ട്രഡീഷൻ, ലിങ്ക് വിത്ത് ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, പ്രിൻസിപ്പിൾസ് ഓഫ് ചേഞ്ച്, ശ്രുതി, സ്മൃതി ആൻഡ് അനുഭവ, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. 19th question is,
ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു അപ്രോപ്രിയേറ്റ് കോളംസ്. കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അപ്രോപ്രിയേറ്റ് കോളംസിലേക്ക് മാറ്റണം. ഒരു സൈഡിൽ കാസ്റ്റ് ഉണ്ട്, മറ്റൊരു സൈഡിൽ ക്ലാസ് ഉണ്ട്. സിമ്പിൾ ആണ്, അഗെയിൻ വെരി മച്ച് ഡയറക്റ്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. അച്ചീവ്മെന്റ് ബേസ്ഡ്, നമുക്കറിയാം അച്ചീവ്മെന്റ് ബേസ്ഡ് ക്ലാസ് ആണ്, കാരണം കാസ്റ്റ് എസ്ക്രൈബ്ഡ് ആണ്. കാസ്റ്റ് എസ്ക്രൈബ്ഡ് ആണ്, ഓൾറെഡി ആ ഓപ്ഷൻസിൽ കോളംസിൽ നിങ്ങൾക്ക് എസ്ക്രൈബ്ഡ് കാണാം. പെട്ടെന്ന് തന്നെ കാസ്റ്റിന്റെ കോളത്തിൽ എസ്ക്രൈബ്ഡ് ചെയ്യും. ഫിക്സ്ഡ് ഹൈറാർക്കിയാണ്. ഫിക്സ്ഡ് ഹൈറാർക്കി എവിടെയാണ് വരുന്നത്? ഫിക്സ്ഡ് ഹൈറാർക്കി വരുന്നത് കാസ്റ്റിന്റെ ബേസിസ് ആണ്. അപ്പം അഗെയിൻ അവിടെ കൊടുക്കുക. ഓപ്പൺ ക്ലാസ്സിലാണ് നമുക്കറിയാം. ഫ്ലെക്സിബിളും ക്ലാസ് ആണെന്ന് അറിയാം. ഫ്ലെക്സിബിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിജിഡ് വരുന്നത് കാസ്റ്റിലാണ്. സോഷ്യൽ മൊബിലിറ്റി ഇസ് പോസിബിൾ ഇൻ ക്ലാസ്. പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ വരുന്നത് കാസ്റ്റിലാണ്. സോ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, പിന്നെ ഡയറക്റ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ വെരി മച്ച് ലിങ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Compare and contrast the views of Emile Durkheim and Karl Marx about social structure. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചറിനെ എമൈൽ ദുർഖൈമും കാൾ മാർക്സും പറഞ്ഞതിനെ കമ്പയർ ചെയ്യുകയും കോൺട്രാസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ യു ഹാവ് ടു കമ്പയർ എന്തൊക്കെയാണ് കമ്പാരിസൺസ് ഉള്ളത്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഡിഫറൻസസ് ഉള്ളത്. സോ എമൈൽ ദുർഖൈം സോഷ്യൽ സ്ട്രക്ചറിനെ പറഞ്ഞിട്ടുള്ളത് ഫങ്ഷണലിസ്റ്റ് വ്യൂ പോയിന്റ് എന്നാണ്. കൺട്രോൾസ് ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ, മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കാൾ മാർക്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഹൗ ഹ്യൂമൻ ബീങ്സ് ക്രിയേറ്റ്സ് ഹിസ്റ്ററി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് ഹിസ്റ്ററി ഉണ്ടാക്കുന്നത്, ചരിത്രം ഉണ്ടാക്കുന്നത്. അതുപോലെ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് കോൺഷ്യസ്നെസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ സ്ട്രക്ചർ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും കാൾ മാർക്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ രണ്ടുപേരും സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഹ്യൂമൻ ബീങ്സ് ഫേസ് ഇൻ ദ സൊസൈറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ യു ഷുഡ് ഫോർമുലേറ്റ് യുവർ ആൻസർ ബേസ്ഡ് ഓൺ ദാറ്റ്. വി നീഡ് കമ്പാരിസൺസ് ഓൺ വൺ സൈഡ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് പോയിന്റ്സ് ഓൺ ദ അതർ സൈഡ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് 4 points on Emile Durkheim side and 4 points on Karl Marx side. അങ്ങനെ വേണം നമ്മൾ ഒരു പാരഗ്രാഫിനെ ഫോർമുലേറ്റ് ചെയ്യാൻ. So you will get full mark in this for answering this question. 21st question is, in India families are gendered. Substantiate the statement with suitable examples. കൃത്യമായിട്ട് എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാൻ. അപ്പം ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ആ കൊടുത്തിരിക്കുന്ന കോട്ടാണ്. ഇൻ ഇന്ത്യ ഫാമിലീസ് ആർ ജെൻഡേർഡ്. ഇന്ത്യയിൽ ഫാമിലീസ് ജെൻഡേർഡ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമിലീസിൽ ലിംഗഭേദം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അത് ഉണ്ടാവാനുള്ള കാരണം എന്തൊക്കെയാണ്? പാട്രിയാർക്കൽ ഫോം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രിഫറൻസ് ഫോർ മെയിൽ ചൈൽഡ്, ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന പ്രിഫറൻസ്, ലോ സ്റ്റാറ്റസ് ഓഫ് വുമൺ, സ്ത്രീകളെ ജോലിക്ക് വിടാത്ത അവസ്ഥ, അതുപോലെ തന്നെ സ്ത്രീകളെ വീക്കർ സെക്സ് ആയിട്ട് കാണുന്ന ഒരു രീതി. ഇതൊക്കെയാണ് ജെൻഡേർഡ് സൊസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമിലീസിനെ മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കൊടുക്കുക. അതുപോലെ ഫോർ എക്സാമ്പിൾ വർക്ക് സ്പേസിൽ ഇൻഈക്വൽ പേയ്മെന്റ്, യു ക്യാൻ റൈറ്റ് ഡൗൺ ദാറ്റ്, അതൊരു എക്സാമ്പിൾ ആണ്. അതേപോലെ ഇൽ ട്രീറ്റ്മെന്റ് ഓഫ് വുമൻ ഇൻ വേരിയസ് സെക്ഷൻ, അതുപോലെ ഡൊമസ്റ്റിക് വയലൻസിന് എത്രത്തോളം സ്ത്രീകൾ ഇരയാവുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആൻസറിനെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എഴുതി വെക്കാൻ പറ്റും. സോ ആസ് ഐ സെഡ് 6, 7, 8 ഈ ഒരു 3 രീതിയിൽ പോയിന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യുമ്പോൾ സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റിനാണ് ഇമ്പോർട്ടൻസ്. സ്യൂട്ടബിൾ എക്സാമ്പിൾസ്, ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തതിനു ശേഷം അതിനോടൊപ്പം കൊടുക്കുക. 1 or 2 എക്സാമ്പിൾ ഇസ് മോർ ദാൻ ഇനഫ്. സോ നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത് you have to answer any 3 questions from 22 to 25. എല്ലാം ഒരു പേജിൽ എഴുതാനാണ്. അപ്പോൾ ഒരു പേജിൽ എഴുതുമ്പോൾ യു ഹാവ് ടു റൈറ്റ് മിനിമം 10 points. 10 points എങ്കിലും മിനിമം ഉൾപ്പെടുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ആൻസർ വരേണ്ടത്. കാരണം ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം 10 വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സ്കോർ അക്വയർ ചെയ്യാൻ പറ്റും. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പം കോപ്പറേഷനും ഡിവിഷൻ ഓഫ് ലേബറിന്റെയും ബന്ധം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യേണ്ടത്. വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ്. അപ്പം കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫങ്ഷണലിസ്റ്റും കോൺഫ്ലിക്റ്റ് വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഹൗ കാൾ മാർക്സ് ഡിഫൈൻഡ് കോപ്പറേഷൻ, ഹൗ ഇമാൽ ദുർഖൈം ഡിഫൈൻഡ് കോപ്പറേഷൻ, how both of them said that cooperation is an important aspect in the society for the growth of the society, for the existence of the society. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, അതിൽ കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ ഹൗ ദേ ലിങ്ക് ഓൾ ദീസ് തിങ്സ് ടു ദ സൊസൈറ്റി. ഇപ്പൊ മാർക്സിന്റെ കേസിലാണെങ്കിൽ ഹി ഡിസ്കസ്ഡ് അബൌട്ട് കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ പിന്നെ ദുർഖൈമിന്റെ കേസിലാണെങ്കിൽ ഡിസ്കസ്ഡ് അബൌട്ട് സോളിഡാരിറ്റി, ഹൗ സോളിഡാരിറ്റി അല്ലെങ്കിൽ കോപ്പറേഷൻ was there in simple traditional society, where mechanical solidarity was prevalent, how things changed in complex modern society where organic solidarity is prevalent. ഇവിടെയൊക്കെ എങ്ങനെയാണ് കോപ്പറേഷൻ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന രീതിയിലായിരിക്കണം ഈ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യനെ നിങ്ങൾ അഡ്രസ് ചെയ്യും. The next question in this section is pick out a social group from the following. നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ അധികം ഒന്നും ചിന്തിക്കാനില്ല, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. എന്താണ് അതിൽ നിന്ന് ഒരു സോഷ്യൽ ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക.
So passengers waiting at a bus stop, people watching cinema in a theater, friends playing football, people gathered in an accident. ഇവിടെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്കുള്ളത്, നമുക്ക് ഫ്രണ്ട്സ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എ സോഷ്യൽ ഗ്രൂപ്പ് അല്ലെ. ഫ്രണ്ട്സ് പ്ലേയിങ് ഫുട്ബോൾ, സുഹൃത്തുക്കൾ ഫുട്ബോൾ കളിക്കുന്നതാണ് ഇവിടെ പറയുന്ന സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളതിലേക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് വരും. കാരണം പീപ്പിൾ വാച്ചിങ് സിനിമ എന്നുള്ളത് നമുക്ക് ഗ്രൂപ്പായിട്ട് പോയിട്ട് സിനിമ വാച്ച് ചെയ്യും, ബട്ട് പീപ്പിൾ വാച്ചിങ് സിനിമ അതിലേക്ക് വരുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് ട്രിക്കിയാണ്. നമ്മൾ ശരിക്കും ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കത്തിന്ന് വരൂല. കാരണം ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഒന്ന് പിന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ ശ്രദ്ധയോടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പം ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ജസ്റ്റ് ഡയറക്ട്ലി റൈറ്റ് ഡൗൺ ദ ഓപ്ഷൻ. ബാക്കി വരുന്ന ഏരിയ ആയിരിക്കണം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടത്. മാർക്ക് കൂടുതൽ വാങ്ങാൻ ഏറ്റവും അല്ലെങ്കിൽ സ്കോറിംഗ് ആയിട്ട് വരുന്നത് ആ ബി പോയിന്റിനാണ്. പോയിന്റ് ഔട്ട് എനി 4 ക്രൈറ്റീരിയ ടു ഡിഫറൻഷിയേറ്റ് എ സോഷ്യൽ ഗ്രൂപ്പ് ഫ്രം അതേഴ്സ്. ഈ പറഞ്ഞ സോഷ്യൽ ഗ്രൂപ്പ് നിങ്ങൾ പറഞ്ഞു ഫ്രണ്ട്സ് പ്ലേയിങ് ഫുട്ബോൾ ആണ് എന്ത് സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പം അതെങ്ങനെയാണ് മറ്റ് 3 ഓപ്ഷൻ അല്ലെങ്കിൽ 4 ഓപ്ഷനിൽ നിന്ന് വ്യത്യസ്തമായി കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നമ്മൾ പഠിച്ച പോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പിന്നെ സർട്ടൻ എലമെന്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പെർസിസ്റ്റന്റ് ഇന്ററാക്ഷൻ, സ്റ്റേബിൾ പാറ്റേൺ ഇന്ററാക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്ങിങ്, എ ഡെഫിനിറ്റ് സ്ട്രക്ചർ, കോമൺ നോംസ് ആൻഡ് വാല്യൂ, കോമൺ ഇൻട്രസ്റ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ ഗ്രൂപ്പിന് വരുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് ഏതെങ്കിലും 4 സോഷ്യൽ ഗ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക് നിങ്ങൾ എടുക്കുക. ഈ 4നെയും ഈ 2 സെന്റൻസ് വെച്ചിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു പേജിനുള്ള ആൻസർ ആയിട്ട് അത് മാറും. സോ ഇത് എഴുതുമ്പോൾ ആദ്യത്തേത് നിങ്ങൾ എഴുതുക. കാരണം എ എന്ന് എഴുതിയിട്ട് ജസ്റ്റ് റൈറ്റ് ഡൗൺ ഫ്രണ്ട്സ് പ്ലേയിങ് ഫുട്ബോൾ. ബി എന്ന് എഴുതിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് വാട്ട് ഇസ് സോഷ്യൽ ഗ്രൂപ്പ്, എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് എഴുതുക. ഒരു ഇൻട്രൊഡക്ഷൻ, ലൈറ്റ് ഇൻട്രൊഡക്ഷൻ. സോഷ്യൽ ഗ്രൂപ്പിന് സർട്ടൻ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. We'll be discussing here 4 main criteria of social groups. അതെന്താണെന്ന് നിങ്ങൾ എഴുതുക. അപ്പം ഈ ഒരു രീതിയിൽ വേണം ഫോർമുലേറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത് ഇറ്റ് ഈസ് ആസ്കിങ് യു ടു റൈറ്റ് ഇൻ 1 പേജ്. അപ്പൊ ഒരു പേജ് ആക്കണമെങ്കിൽ ഈ 4 ക്യാരക്ടറിസ്റ്റിക് എഴുതി അല്ലെങ്കിൽ ക്രൈറ്റീരിയ എഴുതി കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഈ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അതിന് ഇലാബറേറ്റ് ചെയ്ത് കൃത്യതയും വ്യക്തതയും വരുത്തിക്കൊണ്ട് വേണം നമ്മൾ ആ ആൻസറിനെ അഡ്രസ് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 24th ക്വസ്റ്റ്യൻ ഇസ് അനലൈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ ഓൺ ഇക്കണോമിക് ബിഹേവിയർ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ആൻ എക്സാം. അപ്പം റിലീജിയന്റെയും ഇക്കണോമിക് ബിഹേവിയറിന്റെയും അനാലിസിസ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്നതാണ് മാക്സ് വെബർ. മാക്സ് വെബറിന്റെ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന പുസ്തകം വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. അപ്പം ആ ഒരു പുസ്തകമാണ് ഹൗ പ്രൊട്ടസ്റ്റന്റ് ബിലീഫ്, റിലീജിയസ് വേസ് അല്ലെങ്കിൽ പിന്നെ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങള്, വിശ്വാസങ്ങള്, രീതികള് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഐഡിയയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്. സോ യു ഷുഡ് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ ബൈ യൂസിങ് ദിസ്. അതിൽ നിങ്ങൾക്ക് എന്ത് ഈ പറഞ്ഞ പോലെ ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ യു ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ, അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾ അധികം ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ 1 പേജിലൊന്നും എഴുതേണ്ട. ABC 3 കോളം ഉണ്ട്. എ കോളത്തിൽ നിങ്ങൾക്ക് സർട്ടൻ നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളുടെ പേരാണുള്ളത്. ബി കോളത്തിൽ ദ കോൺസെപ്റ്റ്സ് ദേ ഡീൽഡ് വിത്ത്. തേർഡ് കോളത്തിലുള്ളത് സം ഓഫ് ദം ആർ ബുക്കുകളുടെ പേരാണ്. ചിലത് അവർ ഉപയോഗിച്ചിരുന്ന ഐഡിയാസും അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ GS ഗുരിയെ പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കാസ്റ്റ് ആൻഡ് റേസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയ ആളാണ് GS ഗുരിയെ. സോ സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് കാസ്റ്റ് ആൻഡ് റേസ് കാണാൻ പറ്റും. ആ പുസ്തകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആൻഡ് ദാറ്റ്സ് ഗിവൻ ഇൻ ദ സെക്ഷൻ C. DP മുഖർജി ഡീൽ ചെയ്തിട്ടുള്ളത് ഇവൻ സെയിം പേപ്പറിൽ തന്നെ നമ്മൾ പറഞ്ഞു ട്രഡീഷനെ കുറിച്ചും ചേഞ്ചിനെ കുറിച്ചും സ്മൃതി, ശ്രുതി, അനുഭവനെ കുറിച്ചൊക്കെ DP മുഖർജി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അഗൈൻ ഇറ്റ്സ് വെരി സിമ്പിൾ. സെക്ഷൻ ബിയിൽ നിന്ന് ട്രഡീഷൻ ആൻഡ് ചേഞ്ച് എടുക്കുക. സെക്ഷൻ സിയില് ചിലപ്പം പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരണമെന്നില്ല. പക്ഷെ പിന്നെ പറഞ്ഞു ബിക്കോസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ മ്യൂസിക് എന്നാണ്. പുസ്തകത്തിന്റെ യഥാർത്ഥ പേര് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നാണ് DP മുഖർജിയുടെ പുസ്തകത്തിന്റെ പേര്. അപ്പം കൃത്യമായിട്ട് വായിച്ച ഒരാൾക്ക് ഈ പറഞ്ഞ ഒരു സാധനം പെട്ടെന്ന് തന്നെ എഴുതാം. തേർഡ് വൺ ഇസ് AR ദേശായി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ചാണ്. സോ യു ഹാവ് ടു ടേക്ക് റൈറ്റ് ഡൗൺ വെൽഫെയർ സ്റ്റേറ്റ് ഇൻ സെക്ഷൻ B. ആൻഡ് വെൽഫെയർ സ്റ്റേറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം AR ദേശായി എഴുതിയിരുന്ന പുസ്തകത്തിന്റെ പേരാണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം. സോ യു ഹാവ് ടു ടേക്ക് ദാറ്റ് ഫ്രം സെക്ഷൻ C. MN ശ്രീനിവാസ് നമുക്കറിയാം വില്ലേജ് സ്റ്റഡീസിനെ കുറിച്ച്
ഇലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആണ് എം.എൻ. ശ്രീനിവാസ്. സോ വില്ലേജ് സ്റ്റഡീസ്. അതുപോലെ തന്നെ എം.എൻ. ശ്രീനിവാസിന് ലൂയി ദൂമോ ആയിട്ടുള്ള ഹോമോ ഐറാർക്കസ് എന്ന് പറയുന്ന ലൂയി ദൂമോയുടെ ക്ലാസിക് വർക്കുമായിട്ടുള്ള പിന്നെ ഡിഫറൻസസും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്കിന്റെ പുറത്തുള്ള ഡിബേറ്റ്സ് ഒക്കെ വരുന്നത് അങ്ങനെയാണ്. സോ ആർഗ്യുമെന്റ് വിത്ത് ലൂയി ദൂമോ ആണ് സെക്ഷൻ സിയിൽ വരിക. സോ റിമൈനിങ് എസ്.സി. റോയ് ഓർ ശരത് ചന്ദ്ര റോയ്, ആക്സിഡന്റൽ ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് മാൻ ഇൻ ഇന്ത്യ. അതാണ് ഈ ഒരു രീതിയിലാണ് ഈ ഒരു കോളത്തിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. അഗെയിൻ ഈ കൊടുത്തിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വെരി മച്ച് ഡയറക്റ്റ് ആണ്. അവർ ഡീൽ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്, അവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പം ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ, സെക്കൻഡ് ലാസ്റ്റ് സെക്ഷൻ ആണ് ഇത്. ഇവിടെ 6 മാർക്കിന്റെ ആണ് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. സോ യു ഹാവ് ടു റൈറ്റ് എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം 26 to 28. 26 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങൾ ഉണ്ട്. 1.5 പേജിൽ കവിയാതെ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടി. നമ്മൾ ലാസ്റ്റ് സെക്ഷൻ 1 പേജിൽ എഴുതി, ഇനി 1.5 പേജിൽ കവിയാതെ വേണം എഴുതാൻ. ഈച്ച് ക്യാരീസ് 6 scores. അപ്പം മിനിമം നമ്മൾ 12 points എഴുതണം. മാക്സിമം 14 to 15 points എഴുതി കഴിഞ്ഞാൽ വി ക്യാൻ ഇലാബറേറ്റ് ഇറ്റ് ഇൻ 1.5 page. ഇങ്ങനെ പേജസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ലാസ്റ്റ് സെക്ഷൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞെടുത്തും ഈ പറഞ്ഞ പോലെ 6 മാർക്കിന്റെ സെക്ഷനിലും എപ്പോഴും നമ്മൾ ഒരു ഇൻട്രൊഡക്ഷനും ഒരു 2 to 3 ലൈൻ കൺക്ലൂഷനും കൊണ്ടുവരാൻ നോക്കുക. അപ്പം മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ 1.5 pages ഉണ്ടാക്കാൻ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായിട്ട് ഏതൊക്കെ രീതിയിൽ ഫെമിലിയർ ആണെന്ന് ഈ പറയുന്ന ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ആൻസർ ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചർക്കും മനസ്സിലാക്കി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇലാബറേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2 to 3 ലൈൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും 2 to 3 ലൈൻ്റെ ഒരു കൺക്ലൂഷനും നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ നോക്കുക. ദ ക്വസ്റ്റ്യൻ ഇസ് ക്രിട്ടിക്കലി അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എങ്ങനെയാണ് ക്ലാസ് ഗ്രൂപ്പിംഗ്സ് സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത്, ക്ലാസ് സ്ട്രഗിളിലേക്ക് അതെങ്ങനെയാണ് നയിക്കുന്നത്, അതേപോലെ തന്നെ എത്രത്തോളം കോൺഷ്യസ്നെസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ക്ലാസ് ക്രിട്ടിക്കൽ അനലൈസിങ് ആയതുകൊണ്ട് തന്നെ ക്ലാസിന്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെ രീതിയിലാണ് ഒരു സമൂഹത്തിന് ആവശ്യം, അത് സ്ട്രഗിളിലേക്ക് പോകുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. സൊസൈറ്റി ഇവോൾവ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഹൗ ഇനീക്വാലിറ്റി ഇസ് എക്സിസ്റ്റിംഗ് ഇൻ ദ സൊസൈറ്റി, ഈ പറഞ്ഞ ക്ലാസ് ഇനീക്വാലിറ്റി എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ മാർക്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏലിയനേഷൻ എന്നുള്ള കൺസെപ്റ്റ് ക്രിട്ടിക്കലി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ കൊണ്ടുവരാം. അപ്പം ഇങ്ങനെയുള്ള 3-4 പോയിന്റ്സ് കൊണ്ടുവന്ന് അതിന് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക് ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലാസ് കോൺഫ്ലിക്ട് എന്താണ്, ഏലിയനേഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ ഹൗ ബൂർഷ്വാസി ആൻഡ് പ്രോലിറ്റാരിയറ്റ്, ഈ പറയുന്ന 2 ഗ്രൂപ്പ്സും എക്സിസ്റ്റ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ എന്നുള്ളത് നമ്മൾ നോക്കുക. ഹൗ one group is exploiting the other, how one group owns the other. Okay, അതുപോലെ എങ്ങനെയാണ് ഇനീക്വൽ പേയ്മെന്റ് അവിടെ സംഭവിക്കുന്നത്, മിനിമം വേജ് അവിടെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, വർക്ക് ഹവേഴ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ ഇൻകൽക്കേറ്റ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, bring out the importance of socialization in the life of an individual and explain the role of any 3 agencies of socialization. അപ്പം വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോഷ്യലൈസേഷൻ എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുക എന്നുള്ളത് നോക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് സോഷ്യലൈസേഷൻ. ഒരു ഇൻഫാന്റിന്റെ ലേണിംഗ് പ്രോസസ് ആണ് സോഷ്യലൈസേഷൻ എന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം, പ്രൈമറി സ്റ്റേജ് എങ്ങനെയാണ്, സെക്കൻഡറി സ്റ്റേജ് എങ്ങനെയാണ് പോകുന്നത് പറയാം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യലൈസേഷൻ. ഇഫ് യു റിമെമ്പർ, വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് അമല ആൻഡ് കമല, 2 ഗേൾ ചൈൽഡ് ബോൺ ഇൻ അല്ലെങ്കിൽ പിന്നെ ഗ്രോൺ ഇൻ വോൾഫ് ഡെൻ, ചെന്നായകളുടെ കൂടെ വളർന്ന 2 കുട്ടികളെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ പ്രോബ്ലം ആണ് അവർക്ക് ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ എത്തുമ്പോൾ അവർ നേരിടേണ്ടി വന്നിട്ടുള്ളതെന്നൊക്കെ യു ഹാവ് സീൻ. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യലൈസേഷനിൽ യു ഹാവ് ടു ഡിസ്കസ്. റോൾ ഓഫ് എനി 3 ഏജൻസീസ്, 3 ഏജൻസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. യു ക്യാൻ ഡിസ്കസ് അബൌട്ട് ഫാമിലി, യു ക്യാൻ ഡിസ്കസ് അബൌട്ട് പിയർ ഗ്രൂപ്പ്, യു ക്യാൻ ഡിസ്കസ് അബൌട്ട് സ്കൂൾസ്. ഈ പറയുന്ന പിന്നെ ഏജൻസീസിനൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സ്കോർ ഫുൾ മാർക്ക് ഇൻ ദിസ് സെക്ഷൻ. മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പോയിന്റ് ഔട്ട് any 3 major environmental problems and prove that they are also social problems. അപ്പൊ 3 environmental problems എഴുതാനാണ് ആദ്യം പറയുന്നത്. സോ ഓഫ് കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, there are various environmental problems. ഇപ്പം പറഞ്ഞ പോലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പൊല്യൂഷൻ ഈസ് ആൻ ഇഷ്യൂ, ഗ്ലോബൽ വാർമിംഗ് ഈസ് ആൻ ഇഷ്യൂ, റിസോഴ്സ് ഡിപ്ലീഷൻ ഈസ് ആൻ ഇഷ്യൂ. ഈ പറഞ്ഞിട്ടുള്ള environmental problems, how they are becoming a social problem, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു സോഷ്യൽ പ്രോബ്ലം കൂടിയായിട്ട് മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ
3 environmental problems നിങ്ങൾ അത് എഴുതുക. മേജർ ആയിട്ടുള്ള explain that what is resource depletion, what is pollution, what are different types of pollution. Okay, അതേപോലെ തന്നെ what is global warming, how it is affecting the society. ഇതൊക്കെ നിങ്ങൾ എഴുതുക. And then bring in how this is affecting the society. Air pollution കാരണം എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ man made disasters കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ക്ലൈമറ്റിക് ചേഞ്ച് സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, സ്കാസിറ്റി ഓഫ് വാട്ടർ കാരണം എന്താണ് സംഭവിക്കുന്നത്, how it is affecting resource depletion എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എഫക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഹൗ വാട്ടർ പാർക്സ് വരുന്നത് എങ്ങനെയാണ് സ്കാസിറ്റി ഓഫ് വാട്ടറിലേക്ക് നയിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ റെലവെന്റ് ആയിട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. മേക്ക് ഷുവർ ദാറ്റ് യു ഡിസ്കസ് മിനിമം 12 to 14 points related to this particular question. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹൗ ഡാമേജ് ടു ഇക്കോളജി, ഗ്ലോബൽ വാർമിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്യാം. സോ യു ഹാവ് ടു formulate your answer according to these given points. Moving on to the next question and the last section of this paper. Answer any two questions from 29 to 31, each in 2 pages. Each carries 8 scores. ഇങ്ങനെ പേജസിൽ എഴുതുമ്പോൾ നമുക്ക് എപ്പോഴും പലപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. കാരണം മാർക്കിന്റെ ബേസിസിൽ പൊതുവെ നമ്മൾ പോയിന്റ്സ് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ 2 pages എന്നൊക്കെ വരുമ്പോൾ എപ്പോഴും try to inculcate some introduction and conclusion, as I said. So here the 29th question is list out and analyze the role of different intellectual ideas and material issues in the making of sociology. അപ്പൊ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അതിനെ നിങ്ങൾക്ക് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യം സർട്ടൻ ഇന്റലക്ച്വൽ ഐഡിയോളജീസിനെയും മെറ്റീരിയൽ ഇഷ്യൂസിനെയും ഡിസ്കസ് ചെയ്യാം, ലൈക്ക് ഫ്രഞ്ച് റവല്യൂഷൻ, എൻലൈറ്റൻമെന്റ്, ഇൻഡിവിജ്വലിസം, റാഷണലിസം, സയന്റിഫിക് റവല്യൂഷൻ, അല്ലെങ്കിൽ സയന്റിഫിക് നോളജ്, പിന്നെ സയന്റിഫിക് നോളജ്, അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സോഷ്യൽ സർവീസ്. ഇതൊക്കെയാണ് ഇന്റലക്ച്വൽ ഐഡിയാസിൽ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ ഇഷ്യൂസ് വരുമ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ക്യാപിറ്റലിസം, കൊളോണിയലിസം, അർബനൈസേഷൻ, മെക്കനൈസേഷൻ, എക്സെട്ര എക്സെട്ര. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പം ഒന്നെങ്കിൽ ഇത് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ദെൻ സ്റ്റാർട്ട് റൈറ്റിംഗ് ആൻ ഇൻട്രൊഡക്ഷൻ. അതായത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് സോഷ്യോളജി വന്നിട്ടുള്ളത്, ഹൗ സോഷ്യോളജി ഗോട്ട് ഇൻട്രൊഡ്യൂസ്ഡ്, how French Revolution paved the way for introduction of sociology in the society. ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ മുകളിൽ എഴുതിയിട്ടുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ഡിഫൈൻ ചെയ്യാം. ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണ് ചെയ്തത്, വാട്ട് ഡിഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഡിഡ്, അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ്, ഹൗ എൻലൈറ്റൻമെന്റ് കോൺട്രിബ്യൂട്ടഡ് ടു സോഷ്യോളജി, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൗ അർബനൈസേഷൻ became an element of study in sociology. അപ്പം ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ആൻസറിനെ അപ്രോച്ച് ചെയ്യാൻ. ബിക്കോസ് ദിസ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പ്രൊവൈഡ് ചെയ്യപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ. സോ ദ വൺ ഹു ഈസ് ചെക്കിംഗ് യുവർ പേപ്പർ ഷുഡ് ബി able to see that you have written a lot of things about this particular question. അപ്പം lot of things എഴുതിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് മാറും. അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെയുള്ള സെക്ഷന്റെ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യാൻ. 30th question, critically analyze participant observation as a method of sociological research. Participant observation sociological researchന്റെ മെത്തേഡ് ആയിട്ട് നിങ്ങൾ എഴുതാനാണ് പറയുന്നത്, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ദിസ് ക്വസ്റ്റ്യൻ 2021 ചോദിച്ചിട്ടുണ്ട്, ബട്ട് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനല്ല, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ കൊണ്ടുള്ള ഗുണം എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നുള്ളതാണ്. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് യു ഷുഡ് റൈറ്റ് വാട്ട് ഈസ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഹൗ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം അതർ ടൈപ്പ് ഓഫ് മെത്തഡോളജി യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച്, എങ്ങനെയാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഇമ്പോർട്ടന്റ് ആയത്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ സൊസൈറ്റി ആണ് കൂടുതൽ സ്കോളർലി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്താണ്, അതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അതുകൂടെ നമ്മൾ ഇവിടെ ചെയ്യണം. വി ഷുഡ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ ക്രിട്ടിക്കലി ഈ പറയുന്ന പെർട്ടിക്കുലർ മെത്തഡോളജിയെ മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ മെത്തഡോളജിയെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ യു ഷുഡ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് when you write something critically, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രോ ചെയ്യണം. യു ഷുഡ് ടേക്ക് ഐഡിയാസ് ഫ്രം there, how that is limiting certain areas of research. You should write down that. എന്നിട്ട് how important is this particular, അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് റിസർച്ച് എത്രത്തോളം മെത്തേഡ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതുന്ന ആൻസറിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. The last question of the whole paper, analyze the processes that help to ensure social order and social change in rural society. റൂറൽ സൊസൈറ്റിയിലെ പിന്നെ സോഷ്യൽ ഓർഡറിനെയും സോഷ്യൽ ചേഞ്ചിനെയും നിലനിർത്താൻ സഹായിക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. സോ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വാട്ട് ഈസ് സോഷ്യൽ ഓർഡർ എന്നുള്ളത് നമുക്കറിയാം.
വാട്ട് ഇസ് സോഷ്യൽ ചേഞ്ച് ഉള്ളത് നമുക്കറിയാം. ഇതൊരു ഇലാബറേറ്റഡ് ക്വസ്റ്റൻ ആയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് ഡൗൺ വാട്ട് ഇസ് സോഷ്യൽ ഓർഡർ, വാട്ട് ഇസ് സോഷ്യൽ ചേഞ്ച്. അതാരും അതിൽ പ്രശ്നമില്ല, അത് ആ ഒരു ആൻസറിന് ഭംഗി കൂട്ടുകയുള്ളൂ. എന്നിട്ട് ജസ്റ്റ് narrow it down to rural society. How social order is existing in rural society. ട്രഡീഷണൽ ഫോർമാറ്റിലാണ് പോകുന്നത്, കാസ്റ്റ് അതുപോലെ തന്നെ മറ്റ് ഇനീക്വാലിറ്റീസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന് അവിടെ ഡോമിനന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ആ ഓർഡറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നാരോ ഡൗൺ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ജനറലൈസ്ഡ് വ്യൂ പോയിന്റിൽ നിന്ന് പെർട്ടിക്കുലറൈസ്ഡ് വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഹൗ സോഷ്യൽ ചേഞ്ച് ഈസ് ഹാപ്പനിങ് ഇൻ റൂറൽ ഏരിയാസ്. അത് സ്പീഡ് പ്രോസസ് ആണോ, സ്ലോ പ്രോസസ് ആണോ, അതിനെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, വാട്ട് ആർ കൈൻഡ് ഓഫ് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സൊസൈറ്റി, റൂറൽ സൊസൈറ്റീസ്, ഹൗ ദാറ്റ് ഈസ് എഫക്ടിങ് സോഷ്യൽ ഓർഡർ ആൻഡ് ഹൗ സോഷ്യൽ ഓർഡർ ഈസ് റെസിസ്റ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ സോഷ്യൽ ചേഞ്ച്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഈ ഒരു സെക്ഷനിലെ ആൻസറിനെ, അല്ല ഈ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ് for the day, and I hope all the questions are clear for you people. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, നിങ്ങൾക്ക് വെരി മച്ച് ഡയറക്റ്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഒന്നും പുറത്തുനിന്ന് വന്നിട്ടില്ല, എല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ല. ആൻഡ് 3 to 4 ക്വസ്റ്റ്യൻസ് എന്താണ് 2021 റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ബി സ്റ്റഡീഡ്. എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പം അത് ചിലപ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്താനായിരിക്കും, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ലൈക്ക് ഗെറ്റ്വൈസേഷൻ, ജെൻട്രിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ചിലപ്പം പലപ്പോഴും കുട്ടികൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സുകൾ വിട്ടു പോവാറുണ്ട്, ഒരുപാട് അതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്നും മനസ്സിലാക്കാതെ തന്നെ ഇങ്ങനെ വിട്ടു പോവാറുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരും. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഡോണ്ട് പാനിക്. എക്സാം ഡേറ്റ്സ് വരുമ്പോൾ ഒരിക്കലും നമ്മൾ പാനിക് ആവരുത്. എവറിത്തിങ് ഈസ് ഈസി. ജെന്യുവൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, ടൈം മാനേജ്മെന്റോട് കൃത്യമായിട്ട് എല്ലാ സബ്ജക്ട്സും പഠിക്കുക, ആൻഡ് ഓൾസോ സ്റ്റഡി സോഷ്യോളജി ഓഫ് കോഴ്സ്. ആൻഡ് വിഷിംഗ് എവ്രി വൺ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക, ആൻഡ് വിൽ ബി ഡിസ്കസിങ് other question papers too in coming sessions. We'll see in another video. Till then, take care. Bye.